ഒരു കൗതുകമുള്ള കാര്യം തന്നെയാണ് കപ്പൽ വാങ്ങി വീടുണ്ടാക്കിയ ഒരു കഥ. കോഴിക്കോട്ടെ ഡോക്ടർ ആര്യ ഗോപിയും ജോബി ജോസഫും വീട് നിർമ്മിച്ചത് കപ്പൽ തടി കൊണ്ടാണ്. വീട്ടിലെ ചവിട്ടുപടികളിലും ഫർണിച്ചറുകളിലും എല്ലാം കപ്പൽ ടച്ചുണ്ട്. കപ്പൽ വാങ്ങി വീടുണ്ടാക്കിയതിനൊരു കാരണമുണ്ട്. ആ കഥയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. വീട് നിർമ്മാണത്തിൽ വ്യത്യസ്തമായ രീതികളും ആശയങ്ങളും ഡിസൈനുകളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. തികച്ചും വ്യത്യസ്തമായ ഒരു വീട് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. അകത്തും പുറത്തും നിറയെ പച്ചപ്പുള്ളൊരു വീട്. വലിയ വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയാൽ മനോഹരമായ കാഴ്ചകളാണ് വീട് നിറയെ. വീട് നിർമ്മിക്കുമ്പോൾ മരങ്ങൾക്ക് നോവരുതെന്ന് ഡോക്ടർ ആര്യ ഗോപിക്കും ജോബി ജോസഫിനും നിർബന്ധമുണ്ടായിരുന്നു. പുനരുപയോഗിക്കാൻ കഴിയുന്ന മരങ്ങൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന ചിന്തയാണ് കപ്പൽ തടിയിലേക്ക് എത്തിയത്. ഒരു കപ്പൽ വാങ്ങി 2 വർഷത്തോളം വെയിലിലും മഴയിലും വെച്ചു. ചിതലരിക്കുമോ എന്നറിയാനായിരുന്നു ഇത്. പിന്നീടാണ് ജോലികൾ തുടങ്ങിയത്. മരങ്ങൾ എവിടെയെല്ലാം ഉപയോഗിക്കാൻ കഴിയുമോ അവിടെയെല്ലാം കപ്പൽ തടികളാണ്. ചവിട്ടുപടികൾ, മേശകൾ, കസേരകൾ, അങ്ങനെ എല്ലാം. മറ്റു വീടുകൾ നിർമ്മിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്തു ഈ വീട് നിർമ്മിക്കാൻ. നമ്മൾ അന്ന് 2014 മറ്റാന്ന് തോന്നുന്നു ഞാൻ ഈ കപ്പൽ എടുക്കുന്നത്. അന്ന് എനിക്ക് ആകെ ചിലവ് വന്നതൊരു 3,80,000 രൂപ മറ്റാണ് ടോട്ടൽ ഈ വീട്ടിലേക്കുള്ള വുഡ് മൊത്തമായിട്ട് ഞാൻ അന്ന് പർച്ചേസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ഇത് അതിൻ്റെ കാർപ്പൻട്രി വർക്ക് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ മുകളിലത്തെ ലൈബ്രറിയുടെ ഒരു ഫ്ലോർ ചെയ്യാൻ വേണ്ടി മാത്രം ഏകദേശം 8 ദിവസമായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. സാധാരണ ഒരു സ്റ്റൈല് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ ചെറിയ സമയം കൊണ്ട് ചെയ്യാവുന്ന ഒരു ഏരിയയാണ്. അത് ഫർണിഷ് ചെയ്ത് അത് മിനുക്കി അതിൻ്റെ 2 സൈഡും കൃത്യമായി സ്മൂത്തൻ ചെയ്ത് ഒരിക്കൽ പോലും കാലിൽ കയറാത്ത രീതിയിലാക്കിയെടുക്കണം. കപ്പൽ തടിയിലെ ദ്വാരങ്ങളും മറ്റടയാളങ്ങളും ഒന്നും മാറ്റാതെ അതേപോലെ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗുരുവായൂരപ്പൻ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായ ആര്യ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയതിനു പിന്നിൽ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഞാനൊരു എക്കോളജി പേപ്പറിൽ കുട്ടികൾക്ക് വാൻഗറി മത്തായിയുടെ ഒരു എസ്സേ പഠിപ്പിക്കുന്നുണ്ട്, ഒരു ആഫ്രിക്കൻ എൻവയോൺമെൻറ്റലിസ്റ്റ്. അപ്പോൾ അവരുടെ എസ്സേയിൽ പറയുന്ന ഒരു ആശയമാണിത്. ഇങ്ങനെ നമ്മൾ റീസൈക്കിൾ ചെയ്ത സാധനങ്ങൾ ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇതൊക്കെ എല്ലാ വർഷവും പഠിപ്പിക്കുന്നതാണല്ലോ, ഇത് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പ്രാവർത്തികമാക്കാൻ പറ്റണമല്ലോ. അങ്ങനെ ഒക്കെ പല പല ആലോചനയ്ക്ക് പുറത്ത് ഇതിങ്ങനെ വന്നു ചേർന്നതാണ് സ്വാഭാവികമായി. ചെത്തിത്തേക്കാത്ത ചെങ്കൽ ചുമരുകളും ഈ വീടിൻ്റെ ഭംഗി കൂട്ടുന്നു. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. എന്തായാലും അതായത് അവരെ സമ്മതിക്കണം അല്ലേ? കപ്പല് വിലക്ക് വാങ്ങിച്ച കപ്പലുകൊണ്ട് വീടുണ്ടാക്കുക എന്ന് പറയും. കപ്പൽ വീട്. ഓക്കെ, കപ്പൽ മുതലാളി എന്നൊക്കെ സിനിമയുടെ പേരല്ലേ? ഓക്കെ.